മുക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ വെറും 2 ബ്രെഡ് മാത്രമേ ഇടുള്ളൂ. ഒന്നായി മറിച്ച് നമുക്ക് ആദ്യം ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അപ്പോൾ ശരിക്കും ഈ ബ്രെഡ് ഓംലേറ്റിന് കറക്റ്റ് ആവുള്ളൂ. ചെറുതായില്ലെങ്കിൽ നമ്മൾ ഓംലേറ്റ് മറിച്ചിടുന്ന സമയത്ത് ആ ബ്രെഡും ഓംലേറ്റും കൂടി മറിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നല്ലോണം ചെറുതാക്കണം. നമ്മൾ കുറേ ഓംലേറ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഉള്ളി നമ്മൾ കൂടുതലധികം എടുക്കണം. ശരിക്കും 4 കയറിയാൽ കറക്റ്റായി. അപ്പോൾ നല്ലോണം ചെറുതാവും. ഒരു അടുപ്പ് സെറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത സ്ഥലം തന്നെയാണ്. ഇങ്ങനെ കല്ലൊക്കെ മാറ്റി റെഡി. അടുപ്പൊന്ന് കത്തിച്ചു വിടാം. അത് കർപ്പൂരമാണത്. കർപ്പൂരം ഇട്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും വിറകൊക്കെ. നല്ലോണം കത്തിപ്പിടിക്കട്ടെ. നമുക്കൊന്ന് കനലാക്കി എടുക്കണം, എങ്കിലേ ശരിയാവുള്ളൂ. ഓംലേറ്റിന് കത്തിക്കൊണ്ട് വരുന്നത് ശരിയായില്ല. ഒരു മുട്ട പൊട്ടിച്ചൊടിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10-60 മുട്ട നമ്മൾ ഓംലേറ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ബ്രെഡ് ഓംലേറ്റ് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കണം. അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മുട്ട ചിലപ്പോൾ കേടാണെങ്കിൽ നമുക്ക് മാറ്റാലോ. തുറന്ന് നോക്കി പതുക്കെ ഒഴിക്കുന്നു. ഓക്കെ, കഴിഞ്ഞു. 60 മുട്ട നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉള്ളിയൊന്ന് ആദ്യം ഉടച്ചു കൊടുക്കണം. അപ്പോൾ ശരിക്കും ഇത് മിക്സ് ആവുള്ളൂ. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ബാക്കി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരല്പം മുളക് പൊടി, ചെറിയൊരു കളറും കിട്ടും, ഒരല്പം എരിവും കിട്ടും. ഇനി പാകത്തിന് ഉപ്പ്. ഇനി നോക്കിയിട്ട് ചേർക്കാം ഉപ്പ്. നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിന് മുളക് പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്യണം. ഈ മുളക് പൊടി കലങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഓക്കെ, റെഡി, മതി. നമുക്കിത് ബ്രെഡ് ഓംലേറ്റ് അടിക്കാം. നമ്മുടെ അടുപ്പ് നല്ലോണം കത്തുണ്ട്. നമുക്കിത് ചട്ടി വരും. നമുക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മാറ്റി ഇതിന് നല്ലോണം സൈഡിൽ കായി കൊടുത്താൽ ഇത് വലുതാക്കി എടുക്കാം. നമുക്ക് തീ ഒരുപാട് കത്തരുത്, കത്തിയാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബ്രെഡ് മുക്കിയിട്ട് എന്നിട്ട് കൊടുക്കാം.
ഇതൊരു ബ്രെഡിൽ നമ്മൾ ആക്കിയിട്ടില്ല. ഇതിനെ ആക്കി കൊടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും മുക്ക് ചെയ്ത് പോരാ. കുറച്ച് മല്ലി ഇലയിലിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ചിലർക്ക് വെന്ത് നിർത്തിടാം. ഇത് ഒന്നായി മറിച്ചിട്ടെടുക്കാം. പക്ഷെ നമ്മൾ കുറേ കൂടുതലുണ്ടാകുന്നതുകൊണ്ട് ഒന്നായി മറിച്ചിട്ടെടുക്കണ്ട, പീസ് പീസാക്കി എടുക്കണം. വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നായി മറിച്ചിടുന്നതാണ് ടേസ്റ്റ്. അടിപൊളിയായി. പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ ബ്രെഡ് കരി കറക്റ്റ് പാകമാണ്. എന്താ സ്റ്റൈലല്ലേ. മതി, നമുക്ക് എടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ ചന്തം ഇന്ന് കുറച്ച് ഇങ്ങനെ. ഇനി നമ്മൾ 2 ബ്രെഡ് ഇട്ട് ഒന്നേ മറിച്ചെടുക്കാൻ പോകണം. കുറച്ച് ഒഴിക്കുള്ളൂ. ഇതിൽ നമ്മൾ വെറും 2 ബ്രെഡ് മാത്രമേ ഉള്ളൂ. ഒന്നായി മറിച്ച് എടുത്ത് നോക്കാം. കിട്ടിയാൽ ഓക്കെ, കിട്ടും. പിടിച്ചത് കുറച്ച് മല്ലിയില. മല്ലി മുട്ടയിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിതൊരു സ്റ്റൈലിന് വേണ്ടി എടുത്തത് മാത്രം. ഒന്നായി മറിച്ചിടാനുള്ള ശ്രമം ആവട്ടെ. വെന്തിട്ടില്ല. ശ്രമം നടന്നില്ലെങ്കിൽ നമ്മൾ 2 ആക്കും. വലിയ ഒന്നായി മറിച്ചിടാനുള്ള പ്ലാനാണ്. നടന്നാൽ ഓക്കെ. നടക്കൂലേ? പൊളിച്ചില്ലേ നമ്മളെടുത്ത കളി. ഒന്നുകൂടെ മറിച്ചിടണം. അടിപൊളി. ഇനി ഇതിനെ ഇങ്ങോട്ട് മറിച്ചിടാം. ഇതെനിക്ക് ആർക്കും കൊടുക്കില്ല. ഇത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. റെഡി. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് എൻ്റെയാണ്, ആരും കൊടുക്കരുതിട്ടാ. മതി, ഞാൻ കുട്ടികൾക്ക് കൊടുക്കാം. എന്താ അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ തുടങ്ങുകയാണ്. എടുത്തോ രജിഷേ, അവർക്കെടുത്ത് കൊടു. അതിലുണ്ട്. വലുത് എനിക്കാണ് പറഞ്ഞാണ്. ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല. അവിടെ എനിക്കൊരു സ്റ്റൈലിൻ്റെ അടുത്താണത്. അടിപൊളിയുടെ സൂപ്പറാണ്. അങ്ങനെയുണ്ട് രജിഷേ? കഴിച്ചോ നീ? അതിനുണ്ട് വീഴ്ത്തെ സൂപ്പറായിട്ടുണ്ട് സംഭവം. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു എന്താ പറയുക, ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വിശക്കാണെങ്കിലും പെട്ടെന്നൊരു ബ്രെഡും ഓംപ്ലേറ്റ് മുട്ടയും ഉണ്ടെങ്കിൽ ബ്രെഡ് ഓംപ്ലേറ്റ് റെഡി. വിശപ്പും മാറും. സംഗതി സൂപ്പർ പൊളിയാണ്.
ആ ബ്രെഡും മുട്ടയും ഇതൊക്കെ കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഓടി വാ ദീപാ മഹേഷേ, നമ്മുടെ അയാൾ വരുന്നു. ഇവിടെ ഇരിക്കും. നീ എവിടെ പോയി ടേസ്റ്റ് നോക്കണ്ട? അയ്യേ, കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയണം കേട്ടാ. ഉള്ളി എല്ലാം ഉണ്ട്, ഉള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അത് പറയല്ലേ. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ തുടർന്ന് കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.